ഒരു ലെറ്റർ എഴുതൂ. ഒരു ലെറ്റർ അവനെ കൊണ്ട് എഴുതിക്കൂ. ഒരു ലെറ്റർ എഴുതല്ലേ, അവനെ കൊണ്ടൊരു ലെറ്റർ എഴുതിക്കല്ലേ. നമുക്കൊരു ലെറ്റർ എഴുതാം. അവനെ കൊണ്ട് നമുക്ക് ഒരു ലെറ്റർ എഴുതിക്കാം. ഒരു ലെറ്റർ എഴുതേണ്ട സമയമായി. അവനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിക്കേണ്ട സമയമായി. ഞാൻ ഒരു ലെറ്റർ എഴുതാൻ ആഗ്രഹിക്കുന്നു. അവനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഈ സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്തരം സെൻറ്റൻസുകൾ ഇപ്പോൾ ഒരു ലെറ്റർ എഴുതുന്ന കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിച്ച് പറയേണ്ടി വരാറുണ്ട്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നമുക്ക് വളരെ നന്നായിട്ടിത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇന്നത്തെ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രക്ചർ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. V1 പ്ലസ് ഓബ്ജക്റ്റ്. V1 എന്ന് പറഞ്ഞാൽ ഒരു വേർബിൻ്റെ ബേസ് ഫോം, V1 ഫോം. നമുക്ക് ഒരാളോട് ഒരു കാര്യം ഡയറക്റ്റായിട്ട് പറയുന്നു, ഒരു കാര്യം ചെയ്യാൻ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാകാം, അതല്ലെങ്കിൽ വളരെ റിക്വസ്റ്റിൻ്റെ രൂപത്തിൽ എന്തെങ്കിലും പറയുന്നതാവാം, അതല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നതാകാം. എന്തായാലും നമുക്ക് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വരൂ, അവിടേക്ക് പോകൂ, ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യൂ, ഒരു ലെറ്റർ എഴുതൂ, ഈ ബുക്ക് വായിക്കൂ, ഈ മുറി വൃത്തിയാക്കൂ. ഇങ്ങനെ പലതും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാളോട് പറയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്നതിന് V1 പ്ലസ് ഓബ്ജക്റ്റ്, ഒരു വേർബിൻ്റെ ബേസ് ഫോം പ്ലസ് ഓബ്ജക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ലെറ്റർ എഴുതൂ, റൈറ്റ് എ ലെറ്റർ. റൈറ്റ് എന്നത് വേർബിൻ്റെ V1 ഫോമാണ്. ഇവിടെ വരൂ, കം ഹിയർ. കം എന്നത് വേർബിൻ്റെ V1 ഫോമാണ്. ഗോ ദർ, അവിടേക്ക് പോകൂ, ഗോ ദർ. ഭക്ഷണം പാകം ചെയ്യൂ, കുക്ക് ഫുഡ്. ഈ റൂമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കൂ, സ്വീപ്പ് ദ ഫ്ലോർ. ഇങ്ങനെ പലതും. ഇനി അടുത്ത സ്ട്രക്ചർ മേക്ക് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ പ്ലസ് വേർബിൻ്റെ V1 ഫോം പ്ലസ് ഓബ്ജക്റ്റ്. ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ലെറ്റർ എഴുതൂ എന്ന് പറഞ്ഞതുപോലെ അത് ഡയറക്റ്റായിട്ട് ഒരാളോട് പറയുന്നതല്ലേ, അതല്ലാതെ ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ, ആ ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കൂ, ആ ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കൂ എന്ന് നമുക്ക് പറയണമെങ്കിൽ, ആ ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കൂ, ആ റൂം അവനെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കൂ, ആ ഫുഡ് അവളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കൂ, റൂം ഒക്കെ ഒന്ന് അവളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കൂ, ആ ഡ്രസ്സസൊക്കെ അവരെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കൂ. ഇങ്ങനെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് മേക്ക് എന്ന കോസറ്റീവ് വേർബിൻ്റെ ഉപയോഗമുണ്ട്. അപ്പോൾ അതിനുപയോഗിക്കുന്ന സ്ട്രക്ചറാണ് മേക്ക് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ പ്ലസ് V1 ഫോം ഓഫ് എ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. നോക്കൂ, ആ ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കൂ, ആ ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കൂ. ഇതിന് ഉപയോഗിക്കേണ്ടത് ആദ്യം മേക്ക് ആണ്. മേക്ക് ഹിം റൈറ്റ് എ ലെറ്റർ. അവനെ കൊണ്ടൊരു ലെറ്റർ എഴുതിക്കൂ. മേക്ക് ഹിം. ഹിം എന്നതാണ് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ. അത് അവനെ കൊണ്ട് എന്നായതുകൊണ്ടാണ് ഹിം ഉപയോഗിച്ചത്. ഇനി അവളെ കൊണ്ട് എന്നായിരുന്നെങ്കിൽ ഹെർ ഉപയോഗിക്കുക. അവരെ കൊണ്ട് ദം ഉപയോഗിക്കുക. എന്നെ കൊണ്ട് എന്നാണെങ്കിൽ മീ. നിങ്ങളെ കൊണ്ട് യു. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. ഭക്ഷണം അവളെ കൊണ്ട് പാകം ചെയ്യിപ്പിക്കൂ. ഭക്ഷണം അവളെ കൊണ്ട് പാകം ചെയ്യിപ്പിക്കൂ. മേക്ക് ഹെർ കുക്ക് ഫുഡ്. മേക്ക് ഹെർ കുക്ക് ഫുഡ്. നോക്കൂ, മേക്ക് കഴിഞ്ഞിട്ട് ഹെർ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ, പിന്നെ കുക്ക് വേർബിൻ്റെ V1 ഫോം പാകം ചെയ്യുക എന്നത്. മേക്ക് ഹെർ കുക്ക് ഫുഡ്. ഡ്രസ്സസ് അവരെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കൂ. ഡ്രസ്സസ് അവരെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കൂ. മേക്ക് ദം വാഷ് ദ ഡ്രസ്സസ്. ആ ഡോറ് അവനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കൂ, തുറപ്പിക്കൂ. മേക്ക് ഹിം ഓപ്പൺ ദ ഡോർ. രണ്ടാമത്തെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത്, ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യല്ലേ എന്നും പറയാമല്ലോ. നെഗറ്റീവ് ഫോംസ്. ഇപ്പോൾ വാതിൽ തുറക്കൂ, വാതിൽ തുറക്കല്ലേ. റൂം വൃത്തിയാക്കൂ എന്നുള്ളത് റൂം വൃത്തിയാക്കല്ലേ. അപ്പോൾ നെഗറ്റീവ് ഫോമായി. അപ്പോൾ അതിന് ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ഡോണ്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഓബ്ജക്റ്റ് ആണ്.
ഡോണ്ട് ഡു ദാറ്റ്, അത് ചെയ്യല്ലേ. ഡോണ്ട് കം ഹിയർ, ഇവിടെ വരല്ലേ. ഡോണ്ട് ഓപ്പൺ ദ ഡോർ, ആ വാതിൽ തുറക്കല്ലേ. ഡോണ്ട് കുക്ക് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യല്ലേ. ഡോണ്ട് റൈറ്റ് എ ലെറ്റർ, ഒരു ലെറ്റർ എഴുതല്ലേ. അപ്പോൾ ഡോണ്ട് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് വേർബിൻ്റെ V1 ഫോമാണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രക്ചറാണ്. ഇതും നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാളോട് പറയുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രക്ചർ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ എന്ന് പറയാനാണ്. ആ ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കല്ലേ. ആ റൂം അവളെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കല്ലേ. ആ ഡ്രസ്സസ് ഒന്നും അവരെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കല്ലേ. റൂമൊന്നും അവനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കല്ലേ. ഇങ്ങനെ പറയുന്നതിനാണ് അടുത്ത സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആ സ്ട്രക്ചർ ഡോണ്ട് പ്ലസ് മേക്ക് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ, പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V1 ഫോം തന്നെയാണ്, പിന്നെ ഓബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് നോക്കാം. അവളെ കൊണ്ട് ഡ്രസ്സ് വാഷ് ചെയ്യിപ്പിക്കല്ലേ. ഡോണ്ട് മേക്ക് ഹെർ വാഷ് ദ ഡ്രസ്സസ്. അവളെ കൊണ്ട് റൂമൊന്നും ക്ലീൻ ചെയ്യിപ്പിക്കല്ലേ. ഡോണ്ട് മേക്ക് ഹെർ ക്ലീൻ ദ റൂംസ്. അവളെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കല്ലേ. ഡോണ്ട് മേക്ക് ഹെർ കുക്ക് ഫുഡ്. അവരെ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യിപ്പിക്കല്ലേ. ഡോണ്ട് മേക്ക് ദം കുക്ക് ഫുഡ്. എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊന്നും പാട്ട് പാടിക്കല്ലേ. ഡോണ്ട് മേക്ക് മൈ ഫ്രണ്ട്സ് സിങ് സോങ്സ്. ഇനി നമ്മുടെ അടുത്ത സ്ട്രക്ചർ ലെറ്റ്സ് പ്ലസ് V1 ഫോം. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം, നമുക്ക് പോകാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് കളിക്കാം, നമുക്ക് ബുക്സ് റീഡ് ചെയ്യാം, നമുക്ക് ലൈബ്രറിയിൽ പോകാം, നമുക്ക് ഒരു ടീ ഷോപ്പിൽ പോകാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് സിറ്റ് ഹിയർ, നമുക്കിവിടെ ഇരിക്കാം. ലെറ്റ്സ് ടോക്ക്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ലെറ്റ്സ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. നമുക്ക് ഒരു ലെറ്റർ എഴുതാം. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ. നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ലെറ്റ്സ് ക്ലീൻ ദ റൂം. നമുക്ക് ഈ ഡ്രസ്സസൊക്കെ ഒന്ന് വാഷ് ചെയ്യാം. ലെറ്റ്സ് വാഷ് ദ ഡ്രസ്സസ്. ഇവിടെ ഉപയോഗിച്ച ഈ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്ട്രക്ചർ നമുക്ക് റൂം ക്ലീൻ ചെയ്യാം എന്നല്ല പറയുന്നത്. നമുക്ക് അവനെ കൊണ്ട് റൂം ക്ലീൻ ചെയ്യിപ്പിക്കാം. നമുക്ക് അവനെ കൊണ്ടൊരു ലെറ്റർ എഴുതിപ്പിക്കാം. നമുക്ക് അവനെ കൊണ്ട് ഈ ഡ്രസ്സസ് മുഴുവൻ വാഷ് ചെയ്യിപ്പിക്കാം. നമുക്ക് അവളെ കൊണ്ട് ഈ റൂംസൊക്കെ വൃത്തിയാക്കിപ്പിക്കാം. അങ്ങനെയൊക്കെ പറയില്ലേ, ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവിടെയാണ് നമ്മൾ മേക്ക് എന്ന പോസിറ്റീവ് വെർബ് ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ലെറ്റ്സ് മേക്ക് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ പ്ലസ് V1 ഫോം. നമുക്ക് അവളെ കൊണ്ട് ഡ്രസ്സസൊക്കെ വാഷ് ചെയ്യിപ്പിക്കാം. ലെറ്റ്സ് മേക്ക് ഹെർ വാഷ് ദ ഡ്രസ്സസ്. നമുക്ക് ഈ റൂംസ് മുഴുവൻ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാം. ലെറ്റ്സ് മേക്ക് ദം ക്ലീൻ ദ റൂംസ്. നമുക്ക് ഈ ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കാം. ലെറ്റ്സ് മേക്ക് ഹിം റൈറ്റ് ദ ലെറ്റർ. നമുക്ക് രോഹനെ കൊണ്ട് കാർ വാഷ് ചെയ്യിപ്പിക്കാം. ലെറ്റ്സ് മേക്ക് രോഹൻ വാഷ് ദ കാർ. അപ്പോൾ ആ സ്ട്രക്ചർ മനസ്സിലായല്ലോ. അടുത്ത് പഠിക്കാൻ പോകുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ഇറ്റ് ഈസ് ടൈം ടു പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഇറ്റ് ഈസ് ടൈം ടു പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. പിന്നെ വേറൊന്ന് ഇറ്റ് ഈസ് ടൈം ടു മേക്ക് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്ലസ് V1 ഫോം. ഇറ്റ് ഈസ് ടൈം ടു പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് ടൈം ടു എന്ന് പറയുമ്പോൾ ടൈം ആയി എന്നർത്ഥത്തിലാണ്. ഇതാണ് ടൈം എന്ന അർത്ഥത്തിൽ. എനിക്ക് അവിടെ പോകാനുള്ള സമയമായി, എനിക്കൊരു ലെറ്റർ എഴുതേണ്ട സമയമായി, എനിക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്യേണ്ട സമയമായി, ഈ വീടൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട സമയമായി, എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങേണ്ട സമയമായി. അപ്പോൾ ഇറ്റ് ഈസ് ടൈം ടു എന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. അത് നമുക്ക് എക്സാമ്പിളായിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സമയമായി. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റഡി ഇംഗ്ലീഷ്. ടു സ്റ്റഡി, സ്റ്റഡി എന്നത് V1 ഫോമാണ്. എനിക്ക് ഒരു ലെറ്റർ എഴുതാനുള്ള സമയമായി. ഇറ്റ് ഈസ് ടൈം ടു റൈറ്റ് എ ലെറ്റർ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട സമയമായി. ഇറ്റ് ഈസ് ടൈം ടു കുക്ക് ഫുഡ്. ഇംഗ്ലീഷ് പഠിക്കേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ടു സ്റ്റഡി ഇംഗ്ലീഷ്. റൂമൊക്കെ വൃത്തിയാക്കേണ്ട സമയമായി. ഇറ്റ് ഈസ് ടൈം ടു ക്ലീൻ ദ റൂംസ്. വീട് പെയിൻറ്റ് ചെയ്യേണ്ട സമയമായി. ഇറ്റ് ഈസ് ടൈം ടു
പെയിൻറ്റ് ദ ഹൗസ്. ഇനി ഇത് തന്നെ നമുക്ക് മേക്ക് എന്ന കോസേറ്റീവ് വേർബ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എനിക്ക് ഒരു ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കേണ്ട സമയമായി. ഈ വീട് അവരെ കൊണ്ട് പെയിൻറ്റ് ചെയ്യിപ്പിക്കേണ്ട സമയമായി. ഈ റൂംസൊക്കെ അവളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കേണ്ട സമയമായി. ആ ലെറ്റർ അവനെ കൊണ്ട് എഴുതിപ്പിക്കേണ്ട സമയമായി. ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവിടെയാണ് നമ്മൾ മേക്ക് എന്ന കോസേറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് പല ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. അവളെ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യിപ്പിക്കേണ്ട സമയമായി. ഇറ്റ് ഈസ് ടൈം ടു മേക്ക് ഹെർ കുക്ക് ഫുഡ്. അവരെ കൊണ്ട് ഈ വീടൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യിപ്പിക്കേണ്ട സമയമായി. ഇറ്റ് ഈസ് ടൈം ടു മേക്ക് ദം പെയിൻറ്റ് ദ ഹൗസ്. അവരെ കൊണ്ട്, അതുകൊണ്ടാണ് ദം ഉപയോഗിച്ചത്. അവളെ കൊണ്ട് ഈ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിപ്പിക്കേണ്ട സമയമായി. ഇറ്റ് ഈസ് ടൈം ടു മേക്ക് ഹെർ സ്വീപ്പ് ദ ഫ്ലോർ. നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കേണ്ട സമയമായി. ഇറ്റ് ഈസ് ടൈം ടു മേക്ക് യു സ്പീക്ക് ഇംഗ്ലീഷ്. അവനെ കൊണ്ട് ആ ചെടികൾക്കൊക്കെ നനപ്പിക്കേണ്ട സമയമായി. ചെടികൾക്കൊക്കെ നനപ്പിക്കുക, അപ്പോൾ അതും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ടൈം ടു മേക്ക് ഹിം വാട്ടർ ദ പ്ലാന്റ്സ്. ഇറ്റ് ഈസ് ടൈം ടു മേക്ക് ഹിം വാട്ടർ ദ പ്ലാന്റ്സ്. അവനെ കൊണ്ട് ചെടികൾ നനപ്പിക്കേണ്ട സമയമായി. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചേഴ്സ് പഠിക്കാനുള്ളത് സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ടു, അതല്ലെങ്കിൽ വാണ്ട്സ് ടു പ്ലസ് V1 ഫോം. സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് വാണ്ട് ടു അല്ലെങ്കിൽ വാണ്ട്സ് ടു ഉപയോഗിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയില്ലേ, അത് ഐ, യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാണ്ട് ടു എന്ന് ഉപയോഗിക്കാം. അതല്ല സിംഗുലർ സബ്ജക്ട്സ് ആണ്, ഹീ, ഷീ, അതല്ലെങ്കിൽ വേറെ ആളുകളുടെ നെയിമാണ് ഒക്കെ എങ്കിൽ വാണ്ട്സ് ടു ഉപയോഗിക്കാം. ഐ വാണ്ട് ടു റൈറ്റ് എ ലെറ്റർ. എനിക്ക് ഒരു ലെറ്റർ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷീ വാണ്ട്സ് ടു റൈറ്റ് എ ലെറ്റർ. അവൾ ഒരു ലെറ്റർ എഴുതാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ റൂംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ക്ലീൻ ദ റൂംസ്. അപ്പോൾ ഐ വാണ്ട് ടു അത് കഴിഞ്ഞിട്ട് V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഗോ ദർ. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു സ്റ്റഡി. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹീ വാണ്ട്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. നോക്കൂ, ഹീ വാണ്ട്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഹീ വാണ്ട്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ദേ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അങ്ങനെ സബ്ജക്റ്റ് അനുസരിച്ച് വാണ്ട്സ് ടു അല്ലെങ്കിൽ വാണ്ട്സ് ടു മാറ്റി മാറ്റി ഉപയോഗിക്കുക. ഇനി അടുത്ത സ്ട്രക്ചർ വാണ്ട് ടു. അതിൻ്റെ ഒപ്പം ഇപ്പോൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയില്ലേ. ഇപ്പോൾ ഈ വീടൊക്കെ മുഴുവൻ വൃത്തിയാക്കിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാൻ, ഈ വീട് മുഴുവൻ അവരെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവളെ കൊണ്ട് എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ. അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ടു ഓർ വാണ്ട്സ് ടു പ്ലസ് മേക്ക് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ, അത് കഴിഞ്ഞിട്ട് V1 ഫോം. ഞാൻ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു മേക്ക് യു സ്പീക്ക്. ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു മേക്ക് യു റൈറ്റ് എ ലെറ്റർ. അപ്പോൾ നമ്മൾ 10 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞു ഇന്ന്. അതെല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഒരു ലെറ്റർ എഴുതൂ എന്നാണെങ്കിൽ റൈറ്റ് എ ലെറ്റർ. അവനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിക്കൂ എന്നാണെങ്കിൽ മേക്ക് ഹിം റൈറ്റ് എ ലെറ്റർ. ലെറ്റർ എഴുതല്ലേ, ഒരു ലെറ്റർ എഴുതല്ലേ. ഡോണ്ട് റൈറ്റ് എ ലെറ്റർ. അവനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിക്കല്ലേ. ഡോണ്ട് മേക്ക് ഹിം റൈറ്റ് എ ലെറ്റർ. നമുക്ക് ഒരു ലെറ്റർ എഴുതാം. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ. നമുക്ക് അവനെ കൊണ്ടൊരു ലെറ്റർ എഴുതിപ്പിക്കാം. നമുക്ക് അവനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിക്കാം. ലെറ്റ്സ് മേക്ക് ഹിം റൈറ്റ് എ ലെറ്റർ. ഒരു ലെറ്റർ എഴുതേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ടു റൈറ്റ് എ ലെറ്റർ. അവനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിക്കേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ടു മേക്ക് ഹിം റൈറ്റ് എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു റൈറ്റ് എ ലെറ്റർ. ഞാൻ അവനെ കൊണ്ട് ഒരു ലെറ്റർ എഴുതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു മേക്ക് ഹിം റൈറ്റ് എ ലെറ്റർ.
അപ്പോൾ എല്ലാ സ്ട്രക്ചേഴ്സും പഠിച്ചില്ലേ? ഇനി ഇത് പ്രാക്ടീസ് ചെയ്യണം. മാത്രമല്ല കുറച്ച് സെൻറ്റൻസസ് 10 സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഈ 10 സ്ട്രക്ചേഴ്സിൻ്റെ 10 ഡിഫറെൻറ്റ് സെൻറ്റൻസസ് മലയാളം സെൻറ്റൻസസ് ഞാൻ എഴുതാം. ഇത് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് എഴുതണം. തീർച്ചയായിട്ടും ഞാൻ കറക്റ്റ് ചെയ്യാം.